ഇന്ന് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാം എന്നത് ഒരു എക്സാമ്പിളിൻ്റെ സഹായത്തോടു കൂടി നോക്കുകയാണ്. ഏപ്രിൽ 1, 2015 അമിത്തും ബേബിയും ചാരുവും ഒരു പങ്കാളിത്ത സ്ഥാപനം സ്ഥാപിച്ചു. അവർ യഥാക്രമം 50,000, 40,000, 30,000 രൂപ മൂലധനമായി കൊണ്ടുവന്നു. 3:2:1 എന്ന അനുപാതത്തിൽ ലാഭം പങ്കുവയ്ക്കുവാൻ അവർ കരാറിലേർപ്പെട്ടു. 5,000 രൂപ കമ്മീഷൻ ബാബുവിനും അമിത്തിന് മാസത്തിൽ 1,000 രൂപ ശമ്പളവും നൽകേണ്ടതാണ്. വർഷത്തിൽ 6% നിരക്കിൽ ക്യാപിറ്റലിന്മേൽ പലിശ അനുവദിക്കേണ്ടതാണ്. ഡ്രോയിങ്: അമിത് 6,000, ബാബു 4,000, ചാരു 2,000 എന്നിവയാകുന്നു. അമിത്തിന്റെ ഡ്രോയിങ്ങിന്മേൽ 270 രൂപയും ബാബുവിന്റെ ഡ്രോയിങ്ങിന്മേൽ 180 രൂപയും ചാരുവിന്റെ ഡ്രോയിങ്ങിന്മേൽ 90 രൂപയുമായിരുന്നു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്. മാർച്ച് 31, 2015 അവസാനിക്കുന്ന വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അനുസരിച്ചിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് 35,660 രൂപയായിരുന്നു. പങ്കാളികൾക്കിടയിൽ ലാഭവിഭജനം കാണിക്കാനായി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുക. ഈ ക്വസ്റ്റ്യനിൽ നിന്നും ഇതിൻ്റെ സമ്മറി എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ വന്ന ഇനങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ക്യാപിറ്റൽ, അത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ട ഇനമാണിത്. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ക്യാഷ് അക്കൗണ്ട് എന്ന പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതുകയും 50,000, 40,000, 30,000 എന്നീ തുകകൾ യഥാക്രമം അമിത്, ബേബി, ചാരു എന്നിവരുടെ അക്കൗണ്ടുകളിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. പ്രോഫിറ്റ് ഷെയർ റേഷ്യോ: പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ റിസൾട്ടായ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് ഇത് തന്നത്. സാലറി അമിത്തിന് മാത്രമേ അവകാശമുള്ളൂ. അതുകൊണ്ട് അമിത്തിന്റെ സാലറി 2 സ്ഥലത്ത് നമ്മൾ രേഖപ്പെടുത്തണം. ഒന്ന്, അമിത് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. അതോടൊപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. കമ്മീഷൻ ബേബിക്ക് മാത്രമേ ഇതിന് അവകാശമുള്ളൂ. അതുകൊണ്ട് ഈ ബേബിയുടെ കമ്മീഷൻ 2 സ്ഥലത്ത് നമ്മൾ രേഖപ്പെടുത്തണം. ഒന്ന്, ബേബീസ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും 2, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3,000, 2,400, 1,800 രൂപ വീതമാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇതും 2 സ്ഥലത്ത് നമ്മൾ രേഖപ്പെടുത്തണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അനുവദിക്കുമ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കുന്ന ഇനമാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതുകൊണ്ട് ഇത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അതോടൊപ്പം മൊത്തം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. ഡ്രോയിങ്സ്: അമിത്, ബേബി, ചാരു എന്നിവരുടെ ഡ്രോയിങ്സ് അവിടെ തന്നിട്ടുണ്ട്. ഇത് ഒരു സ്ഥലത്ത് മാത്രമേ നമ്മൾ രേഖപ്പെടുത്തേണ്ടതുള്ളൂ. ഒന്ന്, അത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഡ്രോയിങ് എന്ന് എഴുതുക. ഈ സംഖ്യ യഥാക്രമം അമിത്, ബേബീസ്, ചാരു എന്നിവരുടെ എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ചുമത്തുമ്പോഴും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോഴും 2 ജേണൽ എൻട്രി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് 2 സ്ഥലത്ത് നമ്മൾ രേഖപ്പെടുത്തണം. ഒന്ന്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് രേഖപ്പെടുത്തണം. 2, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ മൊത്തം തുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇത് ഒരു സ്ഥലത്ത് മാത്രമേ രേഖപ്പെടുത്തേണ്ടതുള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ട ഇനമാണ് ഇത് ആദ്യത്തെ ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ആദ്യമായി രേഖപ്പെടുത്തുന്ന ഇനം. എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ
ഈ ഇനങ്ങൾ രേഖപ്പെടുത്താമെന്ന് നോക്കാം. ആദ്യമായി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ടത് പ്രോഫിറ്റ് ഓർ ലോസ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ തുടർച്ചയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ റിസൾട്ടായ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. നെറ്റ് ലോസ് ആണെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഈ തന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നെറ്റ് പ്രോഫിറ്റ് ആണ് കാണിക്കുന്നത് 35,660. അങ്ങനെയെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. കാരണം ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതാണ് ആദ്യമായി നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 35,660. അടുത്തത് ക്യാപിറ്റൽ. ഇത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ട ഇനമാണ്. സാലറി ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ട ഇനമാണ്. സാലറിയുമായി ബന്ധപ്പെട്ട് 2 ജേണൽ എൻട്രി വരുന്നുണ്ട്. അമിത്തിന് സാലറി അനുവദിക്കുമ്പോൾ ആദ്യത്തെ ജേണൽ എൻട്രി അമിത് സാലറി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു അമിത് ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ അമിത് സാലറി ക്രെഡിറ്റ് ചെയ്യണം. ഇനി അമിത് സാലറി അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ അമിത് സാലറി ചെലവാണ്, ചെലവ് അക്കൗണ്ട് വർഷാവസാനം ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു അമിത് സാലറി. അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ അമിത് സാലറി അത് 1000 മാസത്തിൽ 1000 രൂപയാണ് അമിത്സിന് സാലറി കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു വർഷത്തെ സാലറിയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ടത്. അമിത് സാലറി 12,000. അടുത്തത് ബേബീസ് കമ്മീഷൻ. ഇവിടെയും 2 ജേണൽ എൻട്രി വരുന്നുണ്ട്. ബേബിക്ക് കമ്മീഷൻ അനുവദിക്കുമ്പോൾ ബേബീസ് കമ്മീഷൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബേബീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ബേബീസ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ബേബീസ് കമ്മീഷൻ എഴുതണം. ബേബീസ് കമ്മീഷൻ അക്കൗണ്ട് ചെലവാണ്, ചെലവ് അക്കൗണ്ട് വർഷാവസാനം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് രേഖപ്പെടുത്തി ക്ലോസ് ചെയ്യണം. അങ്ങനെ ക്ലോസ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബേബീസ് കമ്മീഷൻ. ബേബീസ് കമ്മീഷൻ 5000. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. എല്ലാ പങ്കാളികൾക്കും 6% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് അവകാശമുണ്ട്. അത് നമ്മൾ കണ്ടെത്തണം. ആദ്യം നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടെത്തണം. ഓപ്പണിംഗ് ക്യാപിറ്റലിന്മേലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടത്. 50,000 ഇൻറ്റു 6/100 അമിത്തിന്, 40,000 ഇൻറ്റു 6/100 ബേബിക്ക്, ചാരുവിന് 30,000 ഇൻറ്റു 6/100. യഥാക്രമം 3,000, 2,400, 1,800. അങ്ങനെ മൊത്തം 7,200 രൂപയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അനുവദിക്കുമ്പോഴും 2 ജേണൽ എൻട്രി വരും. ആദ്യത്തെ ജേണൽ എൻട്രി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അനുവദിക്കുമ്പോഴുള്ള ജേണൽ എൻട്രി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു അമിസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബേബീസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ചാരൂസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്. അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അമിത്, ബേബി, ചാരു 3,000, 2,400, 1,800. മൊത്തം 7,200 രൂപ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ രേഖപ്പെടുത്തണം. അടുത്തത് ഡ്രോയിങ്. ഡ്രോയിങ് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുന്ന ഇനമാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ഇത് വരുമാനമാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്ങുമായി 2 ജേണൽ എൻട്രി ആവശ്യമാണ്. ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ചാർജ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്. അതായത് അമിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, ബേബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, ചാരൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്. ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് അക്കൗണ്ട് വരുമാനമാണ്. വരുമാനം അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്ങിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. മൊത്തം തുക 540. എല്ലാ ഇനങ്ങളും രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഈ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ആ ഇരു സൈഡുകളിലും ഏറ്റവും വലിയ എമൗണ്ട് ആദ്യം രേഖപ്പെടുത്തുക. 36,200 വലിയ എമൗണ്ട്. അത് 2 ഭാഗത്തും എഴുതി.
ഏറ്റവും വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക. വ്യത്യാസം കുറവുള്ള സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തുന്നു. ഈ സംഖ്യ പങ്കാളികൾക്കിടയിൽ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതായത് അമിത്തിനും ബേബിക്കും ചാരുവിനും ഇടയ്ക്ക് 3:2:1 എന്ന അനുപാതത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ഇവിടെ കാണിച്ചു. കോർപ്പറേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തി. ഈ സംഖ്യ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കൂടി രേഖപ്പെടുത്തേണ്ടതായി വരും. ഓക്കെ.